പ്രായത്തിനപ്പുറം, മലയാളിയുടെ ഒരു പ്രായത്തിനപ്പുറം, വിശ്വാസങ്ങൾക്കപ്പുറം സമാരാധ്യനായി അല്ലെങ്കിൽ ബഹുമാനിതനായി കാണുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നിശബ്ദമാകുമോ ആ നിശബ്ദത സമൂഹത്തിന് വല്ലാത്തൊരു നിശബ്ദതയെ അനുഭവപ്പെടുകയും ചെയ്യും. ചില വ്യക്തികൾ അങ്ങനെയാണല്ലോ. കാലം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരിൽ നിന്ന്. എന്തുകൊണ്ടാണ് കുറച്ച് നാളായി ആ ഒരു മൗനം അങ്ങയിൽ? മൗനം അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. അതായത് വേണ്ടാന്ന് വിചാരിച്ചിട്ടില്ല. നമ്മളുടെ പലതരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ. ഇപ്പം തന്നെ എനിക്ക് ഒരാളുടെ സഹായം വേണം എഴുതാൻ. കാരണം കണ്ണ് ശരിയല്ല, സർജറിയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഈ സ്വകാര്യ കാര്യങ്ങൾ അതൊന്നും പറയേണ്ടതല്ല. സർജറി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ശരിയാകുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് ഒരു 10 പേജ് വായിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആരോടെ നമ്മൾ പറയാം? വീണ്ടും വീണ്ടും ഡോക്ടർമാരോട് വീണ്ടും അവന് 30 ഡേയ്സ് കഴിയട്ടെ, 60 ഡേയ്സ് കഴിയട്ടെ, നമുക്ക് ലേസറൊന്ന് സ്ക്രാപ്പ് ചെയ്ത് നോക്കാമെന്ന്. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ഋതുഭേദങ്ങൾ പോലെയാണ്. ഒന്ന് മഴ കഴിഞ്ഞാൽ വേറെ ഒന്ന് വെയിൽ വരും. അതേപോലെ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ചിലതൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇവരിപ്പോൾ ഞാനിപ്പോൾ നോക്കണ്ട, ഒരു 25% ഹിയറിങ് കുറവുണ്ട് കേട്ടോ. അത് സാരമല്ല എന്ന് പറയും. അതുപോലെ കാഴ്ച, ഇതിലൊക്കെയും പ്രശ്നങ്ങൾ വരും. ഇത് നമ്മളെ അലട്ടും. നമ്മൾ പുറമേക്ക് ഇതിങ്ങനെ പറഞ്ഞിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതാൻ നമ്മളിരിക്കുമ്പോൾ കുറേ എഴുതി കഴിഞ്ഞാൽ ആട്ടെ കുറേ കൂടി ഒന്ന് ശരിയാകട്ടെ എന്നിട്ടാണ് അന്ന് പറഞ്ഞ് പലതും മാറ്റി വയ്ക്കും. ഇവിടെ തന്നെയുണ്ട് എൻ്റെ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നൊരു സ്ഥലം. എൻ്റെ പുസ്തകങ്ങളും ഇതൊക്കെ വീട്ടിലിരുന്ന കുട്ടികളുടെയൊക്കെ ഉള്ളൊരു ശല്യം. അപ്പം അങ്ങനെ പലതും ഉണ്ട്. അപ്പം അത് വേണ്ടാന്ന് ഒരിക്കലും വെച്ചിട്ടില്ല. പലതും മാറ്റി വെച്ചിട്ടേ ഉള്ളൂ, വേണ്ടാന്ന് വയ്ക്കുന്നില്ല. ജീവിതത്തിൻ്റെ ഋതുഭേദങ്ങൾ, സമയം, കാലം, ഇതിനെല്ലാം അതിൻ്റെ അങ്ങേയറ്റം അതിൻ്റെ എല്ലാം എടുത്തൊരു വ്യക്തി കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് എല്ലാവരും കടന്നു പോകുന്ന അവസ്ഥയാണ്. എല്ലാവരും ഇത് അത് നമുക്ക് മനസ്സിലാകാത്തൊരു പ്രഹേളിയാണ്. എവിടെ ചെല്ലുന്നു, എന്താകുന്നു എന്നറിയാത്തൊരു പ്രഹേളിയാണ്. ജീവിതത്തിലുണ്ടാകുന്ന ഈ മാറ്റത്തെ അങ്ങ് സ്വയം എങ്ങനെയാണ് കാണുന്നത്? അത് നമുക്കതിനെ നേരിടാതെ വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞ ഋതുഭേദങ്ങൾ പോലെ, ഋതുഭേദങ്ങളെ ആർക്കും വിലക്കാൻ പറ്റില്ല, തടയാൻ പറ്റില്ല. അതേപോലെ തന്നെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതിനെ സ്വീകരിച്ചേ മതിയാകൂ. അതിനോട് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്ന്. ഇതിനപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ പറയണത് എപ്പോഴും പറ്റുന്നതല്ല. ഒരു ലേഖനമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. നേരെ മറിച്ച് ഒരു ക്രിയേറ്റീവ് വർക്കുണ്ടല്ലോ, അത് ഡിക്റ്റേറ്റ് ചെയ്താൽ ശരിയാകില്ല. നോക്കിയിട്ടുണ്ട്, അത് ശരിയാകില്ല എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു ആർട്ടിക്കിൾ, ക്രിറ്റിസിസം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ആ ഡിക്റ്റേറ്റ് ചെയ്ത് എഴുതിയെടുത്ത് നമ്മളൊന്ന് വായിച്ച് നോക്കണം എന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഒരു സ്റ്റോറി, ലോങ് സ്റ്റോറി, അങ്ങനത്തതൊക്കെ ആകുമ്പോൾ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്ത് ശരിയാകുന്നില്ല. അതിനുള്ള മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഡിക്റ്റാഫോണും അതൊക്കെ, ഇവിടെയൊക്കെ അത്. പക്ഷേ അത് തന്നെ ചിലരൊക്കെ അതുണ്ടായിരുന്ന കാലത്തും മറ്റു പലയിടത്തും അവർ ലോങ് ഹാൻഡിൽ എഴുതിയിരുന്നവർ. ഇപ്പോൾ ഫോക്കനർ, ഹെമിംഗ്വേ ഒക്കെ ലോങ് ഹാൻഡിലാണ് എഴുതിയിരുന്നു, ടൈപ്പിംഗ് കൂടിയില്ല. അപ്പോൾ നമ്മൾ അവരെ അനുകരിക്കുകയല്ല, നമ്മളിതിനൊക്കെ അങ്ങനത്തെ പരാധീനതകളുണ്ട്. പരാധീനതകളെ മറികടക്കാൻ കാലം നമുക്ക് അനുവാദം തരട്ടെ എന്നുള്ളത്.